ഈ ചകിരി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കീറി എടുക്കുക, ചെറുതായിട്ട് അടർത്തിയെടുക്കുക കണ്ടോ. അപ്പോൾ ചകിരിയിലുള്ള ആ പൊടികളാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ ആക്കുമ്പോഴത്തേനും ഒരുപാട് പൊടികൾ അതിനകത്തുനിന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതിനകത്തുനിന്ന് ചകിരിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആ പൊടികളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കൊതുകിനൊക്കെ പുകയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സംഭവം ആ കൊതുകിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ പുക. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയുടെ തോലും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചകിരിയുടെ ആ പൊടിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഈ തോലും, പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഒരു സ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ താണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുകയ്ക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ എടുക്കാം. കാരണം ഞാനിപ്പം ഇതാണ് എടുക്കുന്നത്, ചിരട്ട. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കാപ്പിപ്പൊടിയുടെ ഒരു സ്മെല്ല്, അതേപോലെ വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ല്, വെളുത്തുള്ളിയുടെ തൊലിയാണല്ലോ ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല്, അതേപോലെ തന്നെ ചകിരിയുടെ പൊടിയുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പം നല്ല രീതിയിൽ പോകുകയും ആ ഒരു പുക അതിനൊട്ടും ഇഷ്ടമല്ല. നമുക്കൊരു കർപ്പൂരം വെച്ചിട്ടൊന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കത്തി കുറച്ച് പിടിച്ച് വരുമ്പോഴത്തേനും ഈ തീ അങ്ങ് നമുക്ക് അണച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ആ ഒരു പുകയുണ്ടല്ലോ, ആ പുക നമുക്ക് അകത്തോട്ട് എല്ലാ ഭാഗത്തും കൊണ്ടാക്കുക. കാരണം ഈ കൊതുക് പറ്റിയിരിക്കുന്ന കൂടുതലും തുണികളിലൊക്കെയാണല്ലോ. അപ്പോൾ തുണികളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞതിന് ശേഷം ഈ പുക അവിടെ കാണിച്ചു കൊടുക്കുക. കട്ടിൻ്റെ അടിയിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് പറ്റിയിരിക്കുന്ന കൊതുകുകളെല്ലാം പുറത്തോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം പുറത്ത് തള്ളിയതിന് ശേഷം നമുക്ക് സിറ്റ് ഔട്ടിലോ എവിടെ ആണെങ്കിലും വാതിലോ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പുകയെല്ലാം അകത്തോട്ട് കയറിക്കോളും. അപ്പോൾ ഈ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ നമുക്ക് ആ പരിസരം പോലും കൊതുകുകൾ കാണത്തില്ല. അത്ര ഇഷ്ടക്കേടാണ് കൊതുകുകൾക്ക് ഈ ഒരു സ്മെല്ല് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പുകഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് പുകച്ച് കൊടുക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അത് ഇതേപോലെ തന്നെ ചകിരി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ടി കുറച്ചൊന്ന് അത് അടർത്തിയെടുക്കാം കേട്ടോ. ഇതേപോലെ. എന്നിട്ട് നമ്മുടെ കയ്യിലും നെറ്റിൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ നെറ്റിൻ്റെ തുണിയാണ്, അതിനകത്തോട്ട് നമുക്ക് ഈ ചകിരി അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ അത് വെച്ച് തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ നല്ല ഒട്ടും അഴിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും. കാരണം വലയുടെ ആ തുണിയാണല്ലോ നെറ്റിൻ്റെയൊക്കെ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പാത്രങ്ങൾ കഴുകുന്നതും എന്തിനും ചകിരിയല്ലേ ഉപയോഗിക്കുന്നത്, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ ഓട്ടയിലൊക്കെ ഇത് വെച്ചിട്ട് ഒന്ന് സോപ്പ് തൊട്ടൊന്ന് തേച്ചാൽ മതി. ഒരുപാട് നമ്മൾ ഒറ്റ ട്രിപ്പ് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ടൈല് മൊത്തം നമുക്ക് തേക്കാനായിട്ട് പറ്റും. അതുപോലെ പാത്രം കഴുകുന്നതിനാണെങ്കിലും ഒരു സ്വല്പം ഡിഷ് വാഷ് മാത്രം മതി. അതിനകത്ത് വെള്ളം ഒഴിച്ച് ഈ ഒരു മുക്കുന്നത് മാത്രം മതി. ഒരുപാട് പാത്രങ്ങൾ നമുക്ക് തേച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇങ്ങനെ തേക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അതിനകത്തുള്ള കറകളെല്ലാം പോയിട്ട് പാത്രങ്ങളെല്ലാം വെട്ടിത്തിളങ്ങും കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ ചകിരി വെച്ചിട്ട് ചാരം വെച്ചിട്ടൊക്കെ തേക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ തേക്കുകയാണെങ്കിൽ സ്ക്രബ്ബർ അലർജി ഉള്ളവർക്കെല്ലാം ഇത് നല്ലതാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് പിടിച്ച് ഒരുപാട് തേക്കാനായിട്ട് പറ്റും പാത്രങ്ങളൊക്കെ. അതുപോലെ സിങ്ക്, പിന്നെ കിച്ചൻ്റെ ടൈല് ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം.